the taste of your mind. Kiwi ice cream. Chill the fun. ഇന്ത്യയിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? രാജ്യത്ത് പൊതുജനം പുറത്തിറങ്ങി കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരം ചെയ്യുമ്പോൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പും അതുപോലെയുള്ള സമരങ്ങളിലേക്ക് വഴിവെക്കുകയാണ്. കാരണം തിരഞ്ഞെടുപ്പിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നതാണ്. കേന്ദ്ര സർക്കാരിനെതിരെ പൊതുവികാരം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു മഹാഭൂരിപക്ഷത്തിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നത്? ഇപ്പോഴിതാ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതേപോലെയുള്ള ചില ആരോപണങ്ങളും ചില സത്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ആം ആദ്മി നേതാവായിട്ടുള്ള സഞ്ജയ് സിംഗ് ഗുരുതര ആരോപണമാണ് BJPക്കെതിരെ ഉന്നയിക്കുന്നുള്ളത്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിക്കുന്നുള്ളത്. ഡൽഹിയിലെ ബാബർപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോകേണ്ട സീൽ വെച്ച EVM മിഷനുകളുമായിട്ട് ബസ്സിൽ നിന്ന് ഒരു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഇറങ്ങി വരുന്നതിൻ്റെ ദൃശ്യം നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായതാണ്. ആ ദൃശ്യം വൈറലായത് മാത്രമല്ല, അങ്ങനെ സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോകേണ്ട EVMുമായി വന്ന ഉദ്യോഗസ്ഥനെ പൊതുജനം കൈയോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഡൽഹിയിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലെ ബൂത്തുകൾക്കകത്തും EVM മിഷനുകളിൽ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. EVM മിഷനുകളിൽ തകരാറ് സംഭവിക്കുന്നത് വലിയ ഒരു ആരോപണത്തിന് വഴിവെക്കാനുള്ള കാരണം EVM മിഷന്റെ ഈ തകരാറ് എന്ന് പറയുമ്പോൾ അത് ചെറിയ തകരാറല്ല. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് നേരെയോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് നേരെയോ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് താമര ചിഹ്നത്തിൽ എങ്ങനെ എത്തിപ്പെടുന്നു? ഒരു തകരാറ് എന്ന് പറയുമ്പോൾ താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് ആം ആദ്മിയുടെ ചിഹ്നത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കത് തകരാറ് എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇത് കോൺഗ്രസിന് നേരെ വോട്ടമർത്തിയാലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിന് നേരെ വോട്ട് രേഖപ്പെടുത്തിയാലും ആം ആദ്മിയുടെ ചിഹ്നത്തിന് നേരെ വോട്ട് രേഖപ്പെടുത്തിയാലും ഇത് പോകുന്നത് BJPയുടെ ചിഹ്നത്തിലേക്കാണ്. ഇത് വോട്ടിംഗ് മിഷന്റെ തകരാറല്ല, രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനസികമായിട്ടുള്ള തകരാറാണ്. അതായത് BJPയോടുള്ള കൂറു പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു തകരാറാണ് ഇത്. ഈ തകരാറിനോട് നമുക്ക് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചേ മതിയാകൂ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് മിഷനുകളിൽ അട്ടിമറി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്? 13 എക്സിറ്റ് പോളുകൾ, രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങൾ ഒരേപോലെ ഒരേ സ്വരത്തിൽ പറയുന്നു ആം ആദ്മിക്ക് തന്നെയാണ് ഡൽഹി ലഭിക്കുക. പക്ഷേ BJPക്കാവട്ടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പടികടക്കേണ്ട സർവേ ഫലങ്ങൾ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ലക്ഷ്യം വെക്കുന്നുള്ളത് ആം ആദ്മിക്ക് തന്നെയാണ് അധികാരമെന്ന് ഡൽഹിയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മാധ്യമങ്ങൾ പ്രവചിക്കുമ്പോൾ അമിത്ഷയും കൂട്ടരും പറയുന്നു, ഇല്ല, എക്സിറ്റ് പോളുകളെ മറികടന്നൊരു മഹാവിജയം ഞങ്ങൾക്ക് ഡൽഹിയിൽ ലഭിക്കുമെന്ന്. ആ മഹാവിജയത്തിന് EVM കാരണമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാബർപൂരിൽ സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുവരേണ്ട EVM മിഷനിനെ ബസ്സിൽ കയറ്റിക്കൊണ്ടുപോയ ഉദ്യോഗസ്ഥനെ പോലെ എത്ര ആളുകൾ ഇതുപോലെയുള്ള ചതിക്ക് കൂട്ടുനിന്നിട്ടുണ്ടാകാം. എന്തായാലും ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നുള്ളത്. സഞ്ജയ് സിംഗിനെ പോലെയുള്ള ആം ആദ്മിയുടെ മുതിർന്ന നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തുകയും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നവമാധ്യമങ്ങളിൽ വൈറലാകുന്ന ഇത്തരം വോട്ടിംഗ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങൾ സമർപ്പിച്ചു കൊടുത്ത് അവരുടെ ആശങ്കയും ഒരു പരാതിയും നൽകാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. This taste is a wonder to me. I'm never gonna miss it for any. Whoa, 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 whoa.
taste of your mind. Kiwi ice cream. Chill the fun.